ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് സോസേജാണ്. സോസേജ് ഒരു നോൺ വെജ് ഫുഡാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സോസേജ് എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ സോസേജ് ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇത് ഒരു നോൺ വെജ് ഫുഡായതുകൊണ്ട് തന്നെ നമുക്കിത് ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെയും എല്ലാ ഫുഡിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് കൂടുതലായിട്ട് യൂറോപ്യൻ കൺട്രിയിലും ഗൾഫ് കൺട്രിയിലും ഒക്കെയാണ് ആദ്യം ഇത് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ ഇതെല്ലായിടത്തും കിട്ടും, നാടുകളിൽ എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിത് വാങ്ങിക്കാറുണ്ട്, മിക്കപ്പോഴും ഞങ്ങളിത് ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. ഞാനത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഞാനിങ്ങനെ സോസേജ് ഇട്ട് കൊടുത്തത് കുറച്ച് സമയം ഇങ്ങനെ അത് വറുത്തെടുത്തതിന് ശേഷം ഒരു ഹാഫ് കുക്കിങ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കണം. ഇത് പുതിയൊരു ചാനലാണ്. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ഞാനിങ്ങനെ തീ കുറച്ച് വെച്ചിട്ടാണ് വറുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട, കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്ലോലി നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ക്യാമറ പിടിക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ വീഡിയോ ലാഗാകുന്നത്. ഇത് ഏകദേശം കുക്കായി. ഇത് കുക്കായി നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ കളർ മാറുമ്പോഴേക്കും നമ്മളത് കോരി മാറ്റണം, വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റണം. ഞാനതിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ചില ഫ്രണ്ട്സ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ ഒരു രീതി മാത്രമേ നിങ്ങളോടിപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരത്തവിയാണ്, അതിൽ എനിക്ക് കോരി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ കൊണ്ട് ഞാനതിൽ കോരി എടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഞാനെന്നാലും പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ അതുകൊണ്ട് കോരി എടുക്കുന്നു. കാണുന്നല്ലോ ഫ്രണ്ട്സ്, ഇത് ഇത്രയും രീതിയിൽ ഇത് കുക്കായാൽ മതി. ഞാനത് കോരി മാറ്റി. അതിനുശേഷം ഇതിൽ നമ്മൾ അടുത്ത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ആ എണ്ണയിൽ തന്നെ, ആ സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ ഓയിൽ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഓയിൽ മതി. അതുകൊണ്ട് വേറെ ഓയിൽ ഒഴിക്കുന്നില്ല. ആവശ്യമുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ ഒഴിക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടതിന് ശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഇത് വഴറ്റി എടുക്കണം. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പെട്ടെന്ന് വഴറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ടിപ്സുണ്ട്. ഉപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ഉപ്പും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഫ്രണ്ട്സ്. ഇത് നല്ല രീതിക്ക് വെന്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. കറിവേപ്പില നേരത്തെ കുറച്ച് ഇട്ടിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ച് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് വരികയുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനാവശ്യമായ മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യമെങ്കിൽ മാത്രം കുരുമുളക് ഇട്ട് കൊടുക്കണം. ഞാനിതിൽ കുരുമുളക് ചേർത്തിട്ടില്ല, കാരണം ഞാനെടുത്തിരിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇത് നല്ല രീതിക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഓയിൽ നിങ്ങൾ ഒഴിച്ചത് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്തും ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ഓയിൽ മതി, അതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിക്കുന്നില്ല. നല്ല രീതിക്ക് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചിലർ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്ത് വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഇത്രയും സമയം വഴറ്റിയെടുക്കണ്ട. അല്ലാത്തവർ നല്ലതുപോലെ വഴറ്റി ഇതിൻ്റെ കളറ് മാറണം. കളറ് മാറിയതിന് ശേഷം ഞാനൊരു ബൗളിൽ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് യോജിപ്പിച്ച് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെടുക്കുന്ന സോസേജ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അതിനുള്ള അനുസരിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇതിപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കറക്റ്റായിട്ടുള്ള ഉപ്പ് തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും നല്ലപോലെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇട്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാം നല്ല രീതിക്ക് വഴറ്റി എടുത്തതുകൊണ്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിലോട്ട് തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുത്ത് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കേണ്ട, അത് സ്കിപ്പ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിത് ദോശയുടെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ഇച്ചിരി ഗ്രേവി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഗ്രേവി ആവശ്യമില്ലാത്തവർ